ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ഈ ഒരു വാർത്ത നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സൂപ്പർ കപ്പോട് കൂടിയായിരിക്കും ഇക്കുറി ISL സീസണ് മുൻപായിട്ട് നടത്തുന്ന സൂപ്പർ കപ്പോട് കൂടിയായിരിക്കും ഇന്ത്യയിലെ ഫുട്ബോൾ സീസൺ 2025-26 സീസൺ ആരംഭിക്കുക. സൂപ്പർ കപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീമിനെ കാത്തിരിക്കുന്നത് ACL സ്പോർട്ടാണ്. പല ക്ലബ്ബുകളും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത്. 12ഓളം ക്ലബ്ബുകൾ ISL നിന്ന് പങ്കെടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വരുവാനായിട്ട് പോകുന്ന ഒക്ടോബർ 25-ാം തീയതി ആരംഭിക്കുവാനായിട്ടിരിക്കുന്ന ഈ ഒരു ടൂർണമെൻറ്റിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫിക്സ്ചേഴ്സും കാര്യമൊന്നും നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടില്ല. അത് എന്ന് വരുമെന്നൊരു സംശയം നിലവിൽ ആരാധകർക്ക് മൊത്തമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ പല ക്ലബ്ബുകളുടെയും ഒരു വ്യക്തമായിട്ടുള്ളൊരു ഒരു പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ ചെയ്യുമെന്നൊരു കൺസെൻറ്റ് ലഭിച്ചിട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി സാധിക്കും. ആ ഒരു തരത്തിലുള്ള പൂർണ്ണ സമ്മതം പല ക്ലബ്ബുകളും നൽകിയിട്ടില്ല. പല ക്ലബ്ബുകളും കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ നിലവിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ISLൻ്റെ ടെൻഡർ വിളിക്കുക ഒക്ടോബർ 15-ന് മുമ്പായിരിക്കും. ഒക്ടോബർ 15-ന് മുമ്പ് ടെൻഡർ വിളിച്ച് ISLൻ്റെ പുതിയ പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ച് അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകളൊക്കെ നടത്തുന്നതിന് ശേഷം മാത്രമായിരിക്കും ISLൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനമെടുക്കുക. ISLൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത് വരെ എന്തായിരിക്കും പല ക്ലബ്ബുകളുടെയും ഒരു റിപ്ലൈ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയത്തില്ല. ഒരു പക്ഷേ പാർട്ടിസിപ്പേഷൻ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഒക്ടോബർ 15-നുള്ളിൽ ഒരു പുതിയ ടെൻഡർ വിളിച്ച് പുതിയ പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പല ക്ലബ്ബുകളും ഈ ഒരു സൂപ്പർ കപ്പ് കളിക്കാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ആ ഒരു തരത്തിലുള്ള സിറ്റുവേഷനാണ് കടന്നു പോകുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി ഇങ്ങനൊരു മന്ദഗതിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ വ്യക്തമായിട്ടുള്ള ചില അപ്ഡേറ്റുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനും സാധിക്കുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുമോ എന്നുള്ളതാണ് ആരാധകർക്കുള്ളൊരു വലിയ സംശയം എന്നുള്ളത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പാർട്ടിസിപ്പേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും, അതായത് ഒരു ഒരു പൂർണ്ണ സമ്മതമെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ബ്ലാസ്റ്റേഴ്സ് അവ്യക്തത നേരിടുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പ്രതിഷേധം കൃത്യമായി അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഡ്യൂറൻ കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെയായിരുന്നു. അതിൽ വന്നിട്ടുണ്ടായിരുന്ന നഷ്ടമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. കാരണം ഒരു പുതിയ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാതിരിക്കുമ്പോൾ ക്ലബ്ബുകൾക്കുണ്ടാവുന്ന മറ്റൊരു പ്രശ്നമാണ് നിലവിൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ട്രോഫി ഇല്ലാതെ തന്നെ തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ISL മാത്രം ലക്ഷ്യമിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഈ ഒരു ട്രോഫി ഇല്ലായ്മ തുടരുക തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിൽ നടക്കുക. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലൊരു ക്ലബിന് പലപ്പോഴും ഫൈനലിലാണെങ്കിലും ഒക്കെ തന്നെ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ പല ടൂർണമെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസിലൂടെ തങ്ങളുടെ ആദ്യത്തെ കിരീടത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിൽ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ വീണ്ടും ആരാധകരുടെ വിമർശനം കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുമെന്നൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സൂപ്പർ കപ്പിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ്. ഇനി മാറുമോ എന്നറിയത്തില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റാണ് ഒരു ISLൻ്റെ കാര്യത്തിലൊരു വ്യക്തത ഒക്ടോബർ 15-നുള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഡിസിഷൻ മാറുവാനായിട്ടുള്ള നല്ല സാധ്യത തന്നെ നമുക്ക് കാണുവാനായിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി ഈ ഒരു തരത്തിലാണ് പോകുന്നതെങ്കിൽ എവിടെ ചെന്ന് നിൽക്കുമെന്നും പറയുവാനായിട്ട് സാധിക്കില്ല. കാരണം ഡിസംബറിൽ ടൂർണമെൻറ്റ്, അതായത് ISL ആരംഭിക്കുന്നത് ഡിസംബറിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. നവംബർ 22-ന് ISL സൂപ്പർ കപ്പ് അവസാനിച്ച് കഴിഞ്ഞാൽ നവംബർ 22-ന് അവസാനിക്കുമെന്നാണ് സൂപ്പർ കപ്പിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളൊരു വാർത്ത. ആ തരത്തിലാണെങ്കിൽ കൃത്യം ഒരു മാസത്തോളം ഒരു ട്രെയിനിങ് സെഷൻ ISL മുമ്പ് കൊടുക്കാറുള്ളത് പതിവാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഡിസംബറിൻ്റെ ആദ്യത്തെ ആഴ്ചകളിലൊന്നും ടൂർണമെൻറ്റ്, അതായത് ISL ആരംഭിക്കാനുള്ള സാധ്യതകൾ നമുക്ക് കാണുവാനായിട്ടില്ല. ഒബ്വിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ആരംഭിച്ചാൽ തന്നെ ഒന്നെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഒരു ഈ ഒരു ഡിസംബറിലെ ലാസ്റ്റ് വീക്കോ ആയിരിക്കും ISL ആരംഭിക്കുക. മേ ബി അങ്ങനെ ആരംഭിച്ച് കഴിഞ്ഞാൽ തന്നെ മേ ബി വൺ ഡേ തന്നെ 2 or 3 മാച്ചസ് കാണുവാനായിട്ട് സാധിക്കും. വീക്കെൻഡിലൊക്കെ തന്നെ വീക്കിൽ മിനിമം ഒരു 10 മാച്ചസോളം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ലിമിറ്റാണ് ഒരു 10 മാച്ചസോളം. കണ്ടു തന്നെ അറിയാം ഇന്ത്യൻ ഫുട്ബോൾ ഈ ഒരു ലെവലിലാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത്.